ഹായ് ഫ്രണ്ട്സ്, ഗപ്പി ടാങ്കിലെ പച്ച നിറമുള്ള വെള്ളം നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ വീഡിയോ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഫാമിലെ നമ്മുടെ എക്സ്പീരിയൻസ് ആണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള ഫാമേഴ്സ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ തിരുത്താൻ ശ്രമിക്കുക. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറച്ച് ടാങ്കുകൾ ഈ ഒരു ഏരിയയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ ടാങ്കുകളിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ഗ്രീൻ വാട്ടർ, ആൽഗ വാട്ടറാണുള്ളത്. ഇതിലുള്ള വെള്ളങ്ങൾ, ഇതിലുള്ള ഒട്ടുമിക്ക ടാങ്കിലെ വെള്ളവും നല്ല പഴക്കം ചെന്ന വെള്ളമാണ്. നമ്മളിപ്പോൾ അടുത്തൊന്നും മാറ്റിയിട്ടില്ല. ഇതിലൊക്കെ കണ്ടില്ലേ, നല്ല ആൽഗ ഫോം ചെയ്തിട്ടുണ്ട്. നല്ല ആൽഗ വാട്ടർ കേട്ടോ. ഇത് റിബൺ ടൈപ്പ് ഗപ്പിയാണ് ഇതിലുള്ളത്. അതുപോലെ തന്നെ ഇതിലാണെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ആൽഗ ഫോം ചെയ്ത് വെള്ളം തന്നെയുള്ളത്. കഴിഞ്ഞ ദിവസം നമ്മൾ മൊയിനെ കൾച്ചർ ചെയ്യാനും വേണ്ടിയിട്ട് ഇതിൽ നിന്ന് ഈ 2 ബക്കറ്റ് വെള്ളമൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ യെല്ലോ ടെക്സ്റ്റോട് ആക്കിയിട്ടുള്ള ഈ ഒരു ടാങ്കിലേക്ക് നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് കാണാൻ പറ്റും, കണ്ടില്ലേ, നല്ല ആൽഗ വെള്ളം, നല്ല ഗ്രീനിഷ് ആയിട്ട് നല്ല ആൽഗ വെള്ളമുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പർപ്പിൾ മൂസയ്ക്ക് ഇരിക്കുന്ന ടാങ്കിലാണെങ്കിൽ ഇതിലൊക്കെ നല്ല ആൽഗ വെള്ളം. അതിലേക്ക് ഈ ടാങ്ക് മാത്രമാണ് ഇപ്പോൾ അടുത്ത് അധികം ആയിട്ടില്ല. മാക്സിമം ഏറിപ്പോയി കഴിഞ്ഞാൽ ഒരു 1.5 ആഴ്ചയൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ ഈ ടാങ്കിൽ വെള്ളം നമ്മൾ നിറച്ചിട്ടുള്ളത്. ഈ ടാങ്കിലാണെങ്കിലും ഇപ്പോൾ ആൽഗ ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, വെള്ളത്തിൻ്റെ കളറൊക്കെ ഗ്രീനിഷ് ആയിക്കൊണ്ടിരിക്കുക. ഇതിൽ നമ്മൾ ലൈഫ് പ്ലാന്റ്സ് ഒന്നും കൊടുത്തിട്ടില്ല. ഇതിൽ സ്നേക്ക് സ്കിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഗപ്പിയാണ് ഇതിലുള്ളത്. ഈ ഒരു ഏരിയയിലെ ടാങ്കുകളൊക്കെ ഇരിക്കുന്ന സ്ഥലം നിങ്ങൾ കണ്ടില്ലേ, ഡയറക്റ്റായിട്ട് വെയിലടിക്കുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. അതുപോലെ തന്നെ ഇന്ന് അതിനനുസരിച്ച് ചില സമയങ്ങളിലൊക്കെ ഇവിടെ നല്ല തണലും കിട്ടാറുണ്ട്. അങ്ങനത്തെ ഒരു ഏരിയയാണിത്. ഫുൾ ടൈം ഇവിടെ ഡയറക്റ്റായിട്ട് ഒരിക്കലും വെയിലടിക്കില്ല. അപ്പോൾ ഈ സമയത്തോടെ വെയിലുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ വെയിൽ പതിയെ പോകും. അപ്പോൾ ആ വെയിൽ ഇങ്ങോട്ടൊക്കെ വരും. അത്യാവശ്യം നല്ല വെട്ടം കിട്ടുന്ന സ്ഥലം തന്നെയാണിത്. നമ്മളിപ്പോൾ ഇതിന് പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്തിട്ടില്ല. ടാങ്കിൽ നമ്മൾ വെള്ളം നിറച്ച് വെച്ച് നമ്മൾ ഫോക്സ്റ്റൈൻ്റെ ലൈഫ് പ്ലാന്റ് ഇട്ട് കൊടുക്കാറുണ്ട്. പക്ഷേ അതുകൊണ്ട് വലിയ ഇത് പെട്ടെന്ന് ആൽഗ വാട്ടർ ആവാനുള്ള ചാൻസ് ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നില്ല. ആ കാണുന്ന ടാങ്ക് കണ്ടില്ലേ, ഇപ്പോൾ പുതിയ സ്നേക്ക് സ്കിന്നിനാക്കിയിട്ടുള്ള ടാങ്ക് കണ്ടില്ലേ, ഈ ടാങ്കിലെ അവസ്ഥയാണെങ്കിൽ നമ്മൾ ലൈഫ് പ്ലാന്റ്സ് ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല. ഇട്ട് കൊടുക്കാതെ തന്നെ അതിൽ ആൽഗ ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അപ്പുറത്തുള്ളതിലൊക്കെ ആണെങ്കിലും നല്ല ഗ്രീനിഷ് ആയിട്ടുള്ള വാട്ടറിനാണ് ഇതിലൊക്കെ ഉള്ളത്. അപ്പോൾ ആൽഗ വാട്ടർ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു ഏരിയയുടെ കാര്യമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. വെയിൽ കിട്ടും, എന്നാൽ അതുപോലെ തന്നെ തണലും വരുന്ന ഏരിയയാണ്. ഇപ്പോൾ കണ്ടിട്ട് നല്ല വെയിലാണ് ഇവിടെയൊക്കെ ഉള്ളത്. നല്ല ഗ്രീനിഷ് ആയിട്ടുള്ള വാട്ടർ തന്നെ ഈ ഒരു ഏരിയയിലൊക്കെ ഉണ്ട്. പക്ഷേ ഇങ്ങോട്ട് മാറി നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ കുറച്ച് ടാങ്കുകൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ടാങ്കുകളിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇതിൽ റെഡ് ലൈസ് ആണുള്ളത്. ഇതിലൊരിക്കൽ നല്ല രീതിയിൽ ആൽഗ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത്ര രീതിയിലുള്ള ഗ്രീനിഷ് വാട്ടറൊന്നുമില്ല. നല്ല തെളിച്ചം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിലിപ്പോൾ ഡക്ക്വീഡ് മുകളിൽ നിൽക്കുന്നതുകൊണ്ടാണ് നമുക്കധികം തെളിച്ചം തോന്നാത്തത്. തൊട്ടുപുറത്ത് കുറച്ച് മിക്സഡ് ആക്കിയിട്ടുള്ള ടാങ്കാണ്. ഇതിലും കുഴപ്പമില്ലാത്ത രീതിയിലൊരു ആൽഗ വാട്ടർ ഉണ്ട്, എങ്കിലും അത്ര ഇതില്ല. ഇവിടെ അതുപോലെ തന്നെ കണ്ടില്ല, വെയിൽ വരുന്നുണ്ട്. വെയിൽ ഇങ്ങോട്ട് വരും, അതുപോലെ തന്നെ വെയിൽ ഇവിടുന്ന് പോവുകയും ചെയ്യും. അങ്ങനത്തെ ഒരു സ്ഥലമാണിത്. പിന്നെ നമ്മുടെ പ്ലാറ്റിനം റെഡ് ബിഗ് ഇയറാണ്. ഇതിലാണെങ്കിലും അത്ര വലിയ ആൽഗ വാട്ടറൊന്നും ഇതിലും ഫോം ചെയ്തിട്ടില്ല. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ചെറിയ രീതിയിൽ ആൽഗ ഫോം ചെയ്യുന്ന പോലത്തെ ഒരവസ്ഥ ഉണ്ട്. പക്ഷേ ഇതിപ്പോൾ പുതിയ ടാങ്ക് നമ്മൾ സെറ്റ് ചെയ്തതാണ്. ഇത് വെച്ചതുകൊണ്ടുള്ള ഈ പഴയ ടാങ്കിൽ നിന്ന് കുറച്ച് വെള്ളം നമ്മൾ ഇതിലേക്ക് ആക്കിയിരുന്നു. ഫോക്സ്റ്റൈലൊക്കെ വെച്ച സമയത്ത് ആ ഒരു വെള്ളത്തിൻ്റെ കളറാണ് ഇതിലുള്ളത്. ഇതിൽ പെട്ടെന്ന് ആൽഗ ഫോം ചെയ്യാനുള്ള സാധ്യതയില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പഴക്കം ചെന്ന ടാങ്ക്, ഒരുപാട് വെച്ചാൽ ഒരു 2 മാസത്തിൻ്റെ അടുത്ത് എങ്കിലും പഴക്കം ഉണ്ടായിരിക്കും ഈ ഒരു ടാങ്കിലെ വെള്ളത്തിനൊക്കെ. പക്ഷേ ഇതിലെ വെള്ളം കണ്ടില്ലേ, ആൽഗ ഒന്നും ഫോം ചെയ്തിട്ടില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു പ്രധാന പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വെയിലടിക്കില്ല. ഈ വീടിൻ്റെ സൈഡ് ഈ സൈഡിൽ ഉണ്ടായതുകൊണ്ട് ഇവിടെ വെയിൽ കിട്ടാത്ത ഏരിയ, അതുകൊണ്ട് തന്നെയാണ് ഇവിടെ തെളിഞ്ഞിരിക്കുന്നത് വെള്ളം. കണ്ടില്ലേ, ഇതൊക്കെ നല്ല തെളിഞ്ഞിട്ട് തന്നെ ഇരിക്കുന്നത്. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ് കുറച്ച് പഴയ വെള്ളം ഇതിൽ യൂസ് ചെയ്യുന്നത്, അത് ആൽഗ വാട്ടർ ആയിരിക്കാം. അതുകൊണ്ടാണ് ഈ വെള്ളത്തിൻ്റെ ആ ഒരു കളർ വ്യത്യാസം. അതുപോലെ തന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ അതേപോലെ തന്നെ ഇത് ഇലക്ട്രിക് ബ്ലൂ ആണ്. അപ്പോൾ പഴയ ടാങ്ക് നമ്മൾ കുറച്ച് മീനും വെള്ളം കൂടി ഒരുമിച്ച് ആക്കുന്ന സമയത്താണ് ഇങ്ങനെ സംഭവിക്കാറുള്ളത്. ഇത് ഇലക്ട്രിക് ബ്ലൂവിൻ്റെ കുഞ്ഞുങ്ങളാണ്. അതുപോലെ തന്നെ ഇലക്ട്രിക് ബ്ലൂവിൻ്റെ മറ്റ് സ്റ്റോക്കാണത്. ഇതിൽ കണ്ടില്ലേ, ഇതിലാണെങ്കിലും വെള്ളത്തിന് നല്ല തെളിച്ചന്നെ ഉള്ളത്. തൊട്ടുപുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഫുൾ ബ്ലാക്ക് ആണ്. ഫുൾ ബ്ലാക്ക് കഴിഞ്ഞ ദിവസം നമുക്ക് കുറച്ച് സുഹൃത്തുക്കൾ കൊറിയർ ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ വേറൊരു ബാച്ചിനെ ഞാൻ കംപ്ലീറ്റ് ഇതിലേക്ക് പിന്നെ മാറ്റി. ഇതിൽ കുറേ തീർന്നപ്പോൾ
അപ്പോൾ ആ ബാച്ചിനെ മാറ്റിയ സമയത്ത് ഞാൻ പണി എളുപ്പമാക്കാൻ ആ പാത്രത്തോട് കൂടിയിട്ട് ഇന്നാണ് നമ്മൾ മാറ്റിയത്. അപ്പോൾ മാറ്റിയ സമയത്ത് അതിലുള്ള ആ വെള്ളം ഇതിൽ കലർന്നിട്ടാണ് ഈ ഒരു കളർ ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഏരിയയിൽ കുറച്ച് ടാങ്കുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ഏരിയക്ക് നിങ്ങൾക്ക് ചെല്ലുമ്പോൾ തന്നെ അറിയാൻ പറ്റും, ഇവിടെ മരങ്ങളൊക്കെ നിൽക്കുന്ന കാരണം തന്നെ നല്ല തണലാണ് ഈ ഏരിയയിൽ. ഇവിടെ ഡയറക്റ്റ് ഒരിക്കലും അങ്ങനെ അങ്ങോട്ട് വെയിലടിക്കില്ല. ഇതുപോലെ ചെറിയ രീതിയിലുള്ള ഒരു വെയിലേ വരുള്ളൂ. അതും ചെറിയ കണ്ടില്ലേ, നമ്മൾ സൂര്യൻ ഒളികണ്ണിട്ട് നോക്കാമെന്നൊക്കെ പറയില്ല, അതുപോലത്തെ ഒരു അവസ്ഥയാണ് ഇവിടെ വരുള്ളൂ. നല്ല തണലുള്ള ഏരിയയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും ബ്ലൂ ലൈസ് ആണിത്. ബ്ലൂ ലൈസിനെ ആക്കിയിട്ടുള്ള ടാങ്കാണിത്. ഇതിൽ ഒരുപാട് കുഞ്ഞുങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ടാങ്കിൻ്റെ അവസ്ഥ കണ്ടില്ലേ, അധികം ആൽഗ വാട്ടർ ഒന്നുമല്ല ഇതിലുള്ളത്. വെള്ളത്തിനൊരു ഇരുണ്ട നിറം പോലത്തെ ഒരവസ്ഥ. ഇതിൽ അങ്ങനെ ആൽഗ വാട്ടർ ആയിട്ടല്ല തോന്നുന്നത്. അതുപോലെ തന്നെ തൊട്ടുപുറത്തെ ടാങ്കിലേക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇത് നമ്മൾ ടെക്സിഡോ കോയിൻ ആക്കിയിട്ടുള്ള ടാങ്ക്, വയലറ്റ് കവർ ചെയ്തിട്ടാണ് ടെക്സിഡോ കോയിൻ ആക്കിയിട്ടുള്ള ടാങ്കാണിത്. ടെക്സിഡോ കോയി ആണ് പോകുന്നത്, ആൽബിനോസ് അല്ല, സാധാ ടെക്സിഡോ കോയി. അപ്പോൾ ഇതിനാക്കിയിട്ടുള്ള ടാങ്കാണെങ്കിൽ കണ്ടില്ലേ നല്ല തെളിച്ചുണ്ട്. ഈ ഒരു സൈഡിലുള്ള മറ്റ് ടാങ്കുകളുടെ അവസ്ഥ ഒക്കെ നോക്കുകയാണെങ്കിൽ ഇത് തന്നെയാണ്. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും, കണ്ടില്ലേ ആൽഗ വാട്ടർ ഫോം ചെയ്തിട്ടില്ല. കുറച്ചായി ടാങ്കുകളൊക്കെ സെറ്റ് ചെയ്തിട്ട്, എന്നിട്ടും ആൽഗ വാട്ടർ ഫോം ചെയ്തിട്ടില്ല. ഇവിടെയൊക്കെ ബിഗ്ഗർ ഐറ്റംസ് ആണ് ഈ രണ്ട് ടാങ്കിലും അതുപോലെ ഇതിലൊക്കെ കിടക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് നമ്മുടെ മിക്സഡ് ഗപ്പിനാക്കിയിട്ടുള്ള വലിയ ടാങ്കാണ്. ഏകദേശം 10 അടി നീളവും അതുപോലെ തന്നെ 4 അടി വീതിയും. ഹൈറ്റ് നോക്കുകയാണെങ്കിൽ മാക്സിമം 1 അടി അല്ലെങ്കിൽ 10 ഇഞ്ച് ഹൈറ്റ് വരുന്നുള്ളൂ. ആ ടാങ്കാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ടാങ്ക് സ്ഥിതി ചെയ്യുന്നത് കണ്ടില്ല, ഡയറക്റ്റ് വെയിലടിക്കുന്ന അത്രയും ഓപ്പൺ സ്പേസിലാണ് ഈ ടാങ്ക് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു ധാരണ ഉണ്ടായിരുന്നു, ഡയറക്റ്റ് വെയിലടിച്ച് കഴിഞ്ഞാൽ ആൽഗെ പെട്ടെന്ന് ഫോം ചെയ്യുന്ന ഉള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. തുടക്കത്തിൽ നമ്മൾ സാധാരണ ചെയ്യാറുള്ളത്, നമ്മളൊരു ടാങ്ക് നിർമ്മിച്ച് വെള്ളം നിർത്തി കഴിഞ്ഞാൽ 1-2 ബക്കറ്റ് ആൽഗെ വാട്ടർ, അതായത് ഗ്രീൻ വാട്ടർ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും. നമ്മൾ ഈ ടാങ്കിലും അതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് ആൽഗെ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളത് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ടാങ്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, അങ്ങനെ ആൽഗെ ഫോം ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് തോന്നുന്നില്ല. കണ്ടില്ലേ നല്ല വെയിലടിച്ച കാരണം ഇതിൽ നമ്മൾ അസോള വരെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഡയറക്റ്റ് വെയിലടിച്ച കാരണം തന്നെ അസോള വരെ കരിഞ്ഞു പോയിട്ടുണ്ട്. ആൽഗ വാട്ടറായിട്ട് ഇത് ഒരിക്കലും ചേഞ്ച് ആയിട്ട് തോന്നുന്നില്ല. തുടക്കത്തിൽ ഈ ടാങ്ക് സെറ്റ് ചെയ്ത സമയത്ത് നമ്മൾ ആ 2 ബക്കറ്റ് വെള്ളത്തിൽ ഒഴിച്ചു കൊടുത്തു തന്നെ ആൽഗ വാട്ടർ. ആ സമയത്ത് 2-3 ആഴ്ച ഒരു ചെറിയ ഗ്രീനിഷ് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് കണ്ടില്ല, വെള്ളം ഈ ഒരു നമുക്കിപ്പോൾ കാണുമ്പോൾ ഒരു ബ്രൗണിഷ് പോലെ തോന്നുന്നു. ഇതിൻ്റെ അടിത്തട്ടിൽ അഴുക്കുണ്ടായതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനത്തെ തോന്നുന്നത്. പക്ഷേ ഈ ടാങ്കിൽ ഈ വെള്ളം ഇങ്ങനെ ആയതുകൊണ്ട് നമുക്ക് മീനുകൾക്ക് അത്ര ബുദ്ധിമുട്ടോ കാര്യങ്ങളോ തോന്നിയിട്ടില്ല. കാരണം ഇതിനോടകം തന്നെ നമ്മളൊരു 400-500 ഗപ്പികളോളം നമ്മളെന്ത് പിടിച്ച് വിറ്റിട്ടുമുണ്ട് ഇതുവരെയായിട്ട്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ടാങ്ക് കൊണ്ടോ വെള്ളം കൊണ്ടോ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. പക്ഷേ നമ്മൾ ആൽഗ വാട്ടറിൻ്റെ സ്ഥിതി പറയുകയാണെങ്കിൽ ഡയറക്റ്റ് വെയിലടിച്ചതുകൊണ്ട് നമുക്ക് ഇവിടെ ആൽഗ വാട്ടർ ഫോം ചെയ്തൊരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. അതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഡയറക്റ്റ് വെയിലടിക്കുന്ന സ്ഥലത്ത് ടാങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ആൽഗ വാട്ടർ ഫോം ചെയ്യുമോ ഇല്ലെന്നുള്ളത് നമ്മളിപ്പോൾ കണ്ട്. പിന്നെ ഈ ഏരിയ നമ്മൾ കുറച്ച് നേരത്തെ നോക്കിയതായിരുന്നു. ഇവിടെ ഡയറക്റ്റ് വെയിലടിക്കില്ല, എന്നാൽ ഇൻഡോർ എല്ലാം അങ്ങനത്തെ ഒരു ഏരിയ ഉള്ളത്. പിന്നെ ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ നമ്മൾ മൊയ്ന ടാങ്കാണ്. പിന്നെ നമ്മൾ ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ബാക്കിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഈ ഒരു ഏരിയ കണ്ടില്ലേ, ഇൻഡോർന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഏരിയ തന്നെയാണ്. ഇവിടെ മുകളിൽ ഷീറ്റൊക്കെ വെച്ചിട്ടുള്ള, ഇവിടെ ഡയറക്റ്റ് ഒരിക്കലും വെയിലടിക്കില്ല, അങ്ങനത്തെ ഏരിയ തന്നെയാണ്. എന്നാൽ ചെറിയ രീതിയിലുള്ളൊരു വട്ടം മാത്രമേ കിട്ടുള്ളൂ. ഇവിടെ നമ്മൾ ടാങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ടാങ്കൊന്നും വെള്ളം സെറ്റ് ചെയ്ത് അധികം പഴക്കമായിട്ടില്ല. ഇനി നമ്മൾ തുടക്കത്തിൽ നമ്മൾ ഗപ്പി ഫാമിങ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഈ കാണുന്ന സ്പേസിലായിരുന്നു 8 ടാങ്കുകൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ 3 ടാങ്കുകൾ മാത്രമേ ഉള്ളൂ. ഇവിടെ എത്ര വെള്ളം പഴക്കം ചെന്ന് കഴിഞ്ഞാലും അടിത്തട്ടിലെ വേസ്റ്റ് കൂടുക എന്നല്ലാതെ വെള്ളത്തിൻ്റെ കളർ വ്യത്യാസം വരാറില്ല. ഇതിപ്പോൾ അധികമായിട്ടില്ല സെറ്റ് ചെയ്തിട്ട്. ഇതിപ്പോൾ നമ്മുടെ ഡംബോ ബിഗിയർ, അതുപോലെ തന്നെ ഇത് വരുന്നൊരു ഡ്രാഗണാണ് വരുന്നത്. ബ്രീഡായിട്ടില്ല, കുഞ്ഞുങ്ങളാവുന്നുള്ളൂ, പുതിയ സാധനമാണ്. പിന്നെ നമ്മളെ സാന്റാക്ലോസ് ഉണ്ട്. സാന്റാക്ലോസ് ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഈ ഒഴിഞ്ഞു കിടക്കുന്ന ഈ ഒരു വീടിൻ്റെ ഈ ഒരു സൈഡിലേക്കായിരുന്നു നമ്മുടെ ഗപ്പി ടാങ്കുകൾ നമ്മൾ മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വീടിൻ്റെ സൈഡിൽ വെച്ചിട്ടുള്ള ഗപ്പി ടാങ്കുകൾ, ചെറുതും വലുതുമായിട്ടുള്ള ഗപ്പി ടാങ്കുകൾ നമ്മൾ മാറ്റിയിട്ടുണ്ടായിരുന്നത് ഇങ്ങോട്ടായിരുന്നു. ഇതിൽ മാറ്റുന്ന സമയത്ത് നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ടാങ്കിലുള്ള വെള്ളം നമ്മൾ മാക്സിമം ഒഴിവാക്കിയിട്ട്, കാരണം അത് തെർമോക്കോളിൻ്റെ ബോക്സാണ്, അപ്പോൾ വെയിറ്റ് കൂടി പൊട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഓരോ ടാങ്കുകളിൽ നിന്നും നമ്മൾ വെള്ളം പരമാവധി ഒഴിവാക്കിയിട്ട്
കുറച്ച് വെള്ളം മാത്രമേ കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇതിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും, ഇത് എമറാൾഡ് ഗ്രീനാണിത്. പക്ഷേ നമ്മൾ ഇതിൽ വെള്ളം കീപ്പ് ചെയ്യുന്ന സമയത്ത് ഈ ആൽഗെ വാട്ടറിനെ ഉണ്ടായിരുന്നത്. പക്ഷേ കണ്ടില്ലേ, ഇത് പക്ക ഒരു ഇൻഡോർ തന്നെ നമുക്ക് പറയാൻ പറ്റും. കണ്ടില്ലേ, ഒരിക്കലും വെയിൽ തട്ടാത്ത ഈ ഒരു ഏരിയക്ക് ഇത് വന്നതിന് ശേഷം വെള്ളം തെളിഞ്ഞ് കണ്ടില്ലേ, നല്ല രീതിയിൽ വെള്ളം തെളിഞ്ഞു. ഓരോ ടാങ്കുകൾ നോക്കുകയാണെങ്കിലും ഇതിപ്പോൾ നമ്മുടെ പ്ലാറ്റിനോ റെഡ് ബിഗ് ഇയറാണ്. ഇപ്പോൾ ഇത് ഓരോ ടാങ്കിലേക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നല്ല രീതിയിൽ വെള്ളം തെളിഞ്ഞിട്ടുണ്ട്. ഇതിൽ അഴുക്ക് കുറച്ച് കൂടുതലാണ്, അതുപോലെ തന്നെ ലൈഫ് പ്ലാന്റ്സും ഇതിലുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു വ്യത്യാസം പെട്ടെന്ന് കാണാത്തത് കേട്ടോ, മനസ്സിലാകാത്തത്. ഇപ്പോൾ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൽ ഫുൾ റെഡാണ്, ഇതിൽ നമ്മളെ ഫുൾ വൈറ്റ് പ്ലാറ്റിനം വൈറ്റ് പറഞ്ഞ 2 ഫീമെയിൽ മാത്രമേ ഉള്ളൂ. അതാണ് ഇതിലുള്ളത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ എല്ലാ ടാങ്കിലും, ഇനി ചെറിയ ടാങ്കുകളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അഴുക്ക് കൂടുതലാണെന്നുള്ളൂ. കണ്ടില്ലേ, വെള്ളത്തിന് നല്ല തെളിച്ചുണ്ട്, അഴുക്ക് കൂടുതലാണ് ഇതിലുള്ളത്. ഇനി നമ്മുടെ റൗണ്ട് ടാങ്കിലെ അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ അത്ര വലിയ രീതിയിലുള്ള ആൽഗയൊന്നും ഇവിടെ ഫോം ചെയ്തിട്ടില്ല. വെള്ളത്തിന് നോർമൽ കളറാണ്, പിന്നെ നല്ല രീതിയിലുള്ള അഴുക്കുണ്ടായതുകൊണ്ട് അതിൻ്റേതായ ആ ഒരു കളർ വ്യത്യാസമാണ് കാണുന്നത്. അല്ലാത്ത രീതിയിലുള്ള നല്ല രീതിയിലുള്ള ഗ്രീനിഷ് വാട്ടറൊന്നുമല്ല നമ്മുടെ റൗണ്ട് ടാങ്കിലുള്ളത്. ഇനി നമ്മുടെ എങ്ങനെയാണ് ഇതിപ്പോൾ കൾച്ചർ ചെയ്യാന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരിക്കും. ഇത് നാച്ചുറലായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു സംഭവമാണ്. ഇത് ഇതിനായിട്ട് നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. ചില ഏരിയകളിൽ നമുക്ക് നല്ല രീതിയിലുള്ള ആൽഗെ വാട്ടർ കിട്ടുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ചില സ്ഥലത്തേക്ക് പുതിയ ടാങ്ക് സെറ്റ് ചെയ്യുമ്പോൾ ആ ആൽഗെ വാട്ടർ ഫോം ചെയ്യുന്ന ആ ടാങ്കിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, 1-2 ബക്കറ്റ് നമ്മൾ എന്ത് ചെയ്യും, പുതിയ ടാങ്കിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കാറുണ്ട്. അതാണ് ചെയ്യാറുള്ളത്. ഇനി ആൽഗെ വാട്ടറിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് പറയാനറിയില്ല. എങ്കിലും നമ്മളൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുകയാണെങ്കിൽ, നമ്മൾ തുടക്കം മുതൽ ബ്രീഡായി കിട്ടുന്ന ഗപ്പി കുഞ്ഞുങ്ങളെ നമ്മൾ സെപ്പറേറ്റ് ഒരു ടാങ്കിലിട്ടിട്ടാണ് വളർത്താറുള്ളത്. ആ ടാങ്ക് ചെറിയ ടാങ്കുകളാണ്. ആ ചെറിയ ടാങ്കുകളിൽ നമ്മൾ ഫീഡിങ് ബോക്സ് എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് അതിനകത്തിട്ടിട്ടാണ് നമ്മൾ വളർത്താറുള്ളത്. കാരണം അത് ചെറിയ ടാങ്കുകളായിരിക്കും. അത് അങ്ങനെ ചൂസ് ചെയ്യാനുള്ള പ്രധാന കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ചെറിയ ടാങ്കുകളിൽ പെട്ടെന്ന് തന്നെ ഗപ്പി കുഞ്ഞുങ്ങൾക്ക് ഫീഡ് എടുക്കാൻ പറ്റും. വലിയ ടാങ്കുകളിൽ നിന്ന് ഓടിപ്പാഞ്ഞ് ഫീഡ് എടുക്കുന്നൊക്കെ നല്ല ചെറിയ ടാങ്കിൽ നിന്ന് ഫീഡ് എടുക്കാൻ പറ്റും. അപ്പോൾ അതിനാണ് അങ്ങനെ ചെയ്യാറുള്ളത്. അപ്പോൾ ആ ടാങ്കുകളിലൊക്കെ ആൽഗെ ഫോം ചെയ്ത സമയത്ത് തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു മാറ്റം നമുക്ക് തോന്നിയിട്ടുണ്ട്. അധികം മോർട്ടാലിറ്റി നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഗപ്പി കുഞ്ഞുങ്ങളിലാണെങ്കിലും വളർച്ചയുടെ കാര്യത്തിലാണെങ്കിലും നല്ല മാറ്റം തോന്നിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് അവറ്റങ്ങൾക്ക് തിന്നാനുള്ള ചെറിയ രീതിയിലുള്ള ഫീഡൊക്കെ ഈ ആൽഗെ വാട്ടറിൽ നിന്ന് കിട്ടുന്നുണ്ടായിരിക്കാം. എനിക്കറിയില്ല അതേക്കുറിച്ച്, ചിലപ്പോൾ ഉണ്ടായിരിക്കാം, അതുകൊണ്ടായിരിക്കാം. എങ്കിലും കുഴപ്പമില്ലാത്ത റിസൾട്ട് ആൽഗെ വാട്ടറിൽ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ വലിയ ഗപ്പികളാണെങ്കിലും വലിയ രീതിയിലുള്ള മോർട്ടാലിറ്റി ഒന്നും ആൽഗെ ഫോം ചെയ്തിട്ടുള്ള ഗപ്പി ടാങ്കുകൾ അധികം കാണാറില്ല. പക്ഷേ എങ്കിലും നമ്മുടെ ഫാമിലെ ഗപ്പികൾ ഡെഡ് ആവാറുണ്ട്. ഇടയ്ക്ക് ചില ടാങ്കുകളിലൊക്കെ ഇടയ്ക്ക് ഡെഡായി കിടക്കുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനത്തെ ഒരു അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ ആൽഗെ വാട്ടറിൽ അധികം നമ്മളത് കണ്ടിട്ടില്ല. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് തോന്നിയത്. അപ്പോൾ ആൽഗെ വാട്ടർ ഉണ്ടാക്കാൻ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങളൊക്കെ ഗപ്പി വളർത്തുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ, തുടക്കക്കാരുണ്ടെന്നുണ്ടെങ്കിൽ 2-3 ചെറിയ ടാങ്കുകളൊക്കെ പല സ്ഥലങ്ങളിലായിട്ട് സെറ്റ് ചെയ്ത് നോക്കുക. ഏത് ടാങ്കിലാണ് ആൽഗെ വാട്ടർ ഫോം ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ സ്ഥലത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ടാങ്കുകൾ സെറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതൊക്കെ നമ്മളിപ്പോൾ വേനൽക്കാലത്തെ കാര്യമാണ് പറഞ്ഞത്. വർഷക്കാലമാകുമ്പോൾ ഇതെങ്ങനെ ഒരു മാറ്റം വരും എന്നുള്ളതിനെ കുറിച്ച് നമുക്കറിയില്ല. ആ സമയത്ത് നമ്മൾ അതേക്കുറിച്ച് ഉദ്ദേശിക്കുന്നുള്ളൂ. കാരണം വെച്ചാൽ ഇപ്പോൾ തന്നെ നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് എന്താ കാര്യം, കാരണം നമ്മൾ ഒട്ടുമിക്ക ടാങ്കുകളും ഓപ്പൺ സ്പേസിലായിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ലക്ഷ്യം എന്ന് വെച്ചാൽ ഓവർഫ്ലോ ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ എത്രത്തോളം pH വേരിയേഷനൊക്കെ എത്രത്തോളം ഗപ്പികൾ താങ്ങുന്നുള്ളതിനെ കുറിച്ച് അറിയില്ല. ആ സമയത്ത് നമ്മളത് ഫേസ് ചെയ്യേണ്ടി വരും. എനിവേ, മൈ ഫാമിങ്ങിലെ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.